അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് മേഘാലയയിലെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ബാംബു ട്രക്കിങ്ങിനാട്ടോ. പെർ ഹെഡ് 100 രൂപ ടിക്കറ്റ് ഉണ്ട്. ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ അംഗം തുടങ്ങുകയായി. ഒരുപാട് കാലമായിട്ടുള്ള ഒരു ബക്കറ്റ് ലിസ്റ്റിലുള്ള സാധനമാട്ടോ ബാംബു ട്രക്കിങ്. അതുപോലെ ലിവിങ് റൂട്ട് പിടിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മളെടുത്ത് തീർത്തിട്ടേ പോകുന്നുള്ളൂ. ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് മുന്നിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു തൂക്കുപാലം കാണാൻ പറ്റും. അതാണ് ഫസ്റ്റ് സ്പോട്ട് കേട്ടോ. കാടിൻ്റെ ഭംഗിയെല്ലാം ആസ്വദിച്ച് നമുക്ക് പോകാൻ പറ്റിയ ഒരു അടിപൊളി ട്രക്കിങ് കേട്ടോ. ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബാംബു ബ്രിഡ്ജസ് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. ബാംബു അതുപോലെ നമ്മുടെ നാട്ടിലെ ചൂടിക്കയറും കൊണ്ട് കെട്ടിയുണ്ടാക്കിയ ഒരുപാട് നീളത്തിലുള്ള ബ്രിഡ്ജസ് ആട്ടോ. അടിപൊളിയാണ്. ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അത്രമാത്രം പേടിപ്പെടുത്തുന്ന സാധനമൊന്നുമല്ല കേട്ടോ. നമുക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ ട്രക്കിംഗ് ആണ്. ഏകദേശം ഒരു 4 കിലോമീറ്റർ ആട്ടോ ഈ ട്രക്കിങ്ങിൻ്റെ ഒരു ലെങ്ത്ത് എന്ന് പറയുന്നത്. ഒരു 4 മണിക്കൂർ കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഒരു മല ഇറങ്ങി അടുത്ത മല കയറി കഴിഞ്ഞാൽ നമ്മുടെ ട്രക്കിംഗ് സ്പോട്ട് എത്തി കേട്ടോ. അങ്ങനെ ഇതാ ട്രക്കിങ്ങിൻ്റെ ഏകദേശം തീരാനായി. നമ്മൾ ഒരു വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ഒരു ചെറിയ പാറയുണ്ട് കേട്ടോ. വലിയ തടിയില്ലവർക്കൊന്നും പോകാൻ പറ്റില്ല, തലമുട്ടും. ഇങ്ങനെ ഇതിൻ്റെ അകത്തേ കൂടി നൊയഞ്ഞ് ഇറങ്ങി പോകണം കേട്ടോ. ആൻഡ് ഇതാ ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി പോകണം. ഇവിടം വരെ നമുക്ക് എത്തണം. അതിൽ കറങ്ങി അടിച്ച് പോകണം കേട്ടോ. വളരെ കുത്തനെയുള്ള ഒരു സംഭവമാണ്. എന്തായാലും ഇത് കാരണം ഇനി ഇതൊരു നൈസ് സ്പോട്ട് കേട്ടോ. വാവ്, നമ്മൾ ആകാശത്തിലേക്കെല്ലാം ഇറങ്ങിപ്പോകുന്ന പോലെ ഉണ്ട്. ഇതാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ പോയിന്റ് കേട്ടോ. ഈ ത്രികോണാകൃതിയിൽ കാണുന്ന പാറേൻ്റെ മുകളിലാണ് നമ്മളെ സ്റ്റോപ്പ് എന്ന് പറയുന്നത്. അങ്ങോട്ട് പോകുന്നത് കുറച്ച് സ്റ്റീപ്പാണ് കേട്ടോ. ഈ പാലെല്ലാം സപ്പോർട്ട് കണ്ടോ നിങ്ങൾ? ജസ്റ്റ് ഒരു മുള കുത്തി കൊടുത്തിട്ടേ ഇല്ല കേട്ടോ. ഇത് എവിടെ നോക്കിയാലും കാണാം. അടിപൊളി. അങ്ങനെ ഇതാ നമ്മളിതിൻ്റെ ഏറ്റവും ടോപ്പിലെത്തിയേട്ടാ. ഓ മനോഹരം. എന്തായാലും എല്ലാവരും വന്നിട്ടൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാട്ടോ. അപ്പോൾ ബൈ.